നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് അൻസിൽ അഹമ്മദ്. അതായത് കോവിഡ് കാലത്ത് ഇപ്പോൾ നമ്മുടെ പ്രവർത്തകർ വീടുകളിൽ ചെല്ലുമ്പോൾ പറയും, ആ ചേട്ടൻ കോവിഡ് കാലത്ത് മൊബൈൽ ഫോണുകളില്ലാതെ ഞങ്ങൾക്ക് ഫോൺ കൊണ്ടു തന്നിരുന്നു. മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഇവിടെ ഇറങ്ങി അതിൽ ഒരു ആദ്യം അങ്ങനെ ആയിരുന്നല്ലോ, എല്ലാവരും ഭയത്തോടുകൂടി മാറി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കോവിഡ് സമയത്തൊക്കെ ജനങ്ങളൊപ്പം നിന്ന് പ്രവർത്തിച്ച യുവജനങ്ങൾ, അതുപോലെ കുടുംബശ്രീ പ്രവർത്തകർ, അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളാകുമ്പോൾ അവരെ ജനപ്രതിനിധിയാക്കുന്ന വലിയൊരു സന്ദേശമല്ല, അതിനുള്ള മുന്നേറ്റം കൂടി ഇടതുപക്ഷം അതിന് നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് അൻസിൽ അഹമ്മദ്. അതായത് കോവിഡ് കാലത്ത് ഇപ്പോൾ നമ്മുടെ പ്രവർത്തകർ വീടുകളിൽ ചെല്ലുമ്പോൾ പറയും, ആ ചേട്ടൻ കോവിഡ് കാലത്ത് മൊബൈൽ ഫോണുകളില്ലാതെ ഞങ്ങൾക്ക് ഫോൺ കൊണ്ടു തന്നിരുന്നു. മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഇവിടെ ഇറങ്ങി അതിൽ ഒരു ആദ്യം അങ്ങനെ ആയിരുന്നല്ലോ, എല്ലാവരും ഭയത്തോടുകൂടി മാറി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ വീടുകളിൽ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി. അങ്ങനെ നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയാവുന്നില്ല, അതുപോലെ ഒരു സ്വാർത്ഥരഹിതമായിട്ട് പ്രവർത്തിച്ചു. അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടല്ല. പക്ഷെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതാണ് അതിൻ്റെ നന്മ എന്ന് പറയാം. അങ്ങനെ നന്മയുള്ളൊരു ചെറുപ്പക്കാരനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 31-ാം വാർഡിലെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത സ്ഥാനാർത്ഥിയാണ്, നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതിന് വേണ്ടിയിട്ടുള്ള അതാണ് എത്രയും ഇപ്പോൾ മഴയിടയ്ക്ക് ചാറി, പക്ഷെ അതിനൊക്കെ അവഗണിച്ചാണ് നമ്മുടെ ഇത്രയും പ്രായം അല്ലേ അതാണ് ആ പ്രായം. അതെ അമ്മമാരും അച്ഛന്മാരും ഉൾപ്പെടെ ഈ മഴ ഒക്കെ അവഗണിച്ചുകൊണ്ട് അവരുടെ വന്നതിൻ്റെ കാരണം അതാണ്. അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പിന്തുണയും പ്രിയപ്പെട്ട തീർച്ചയായിട്ടും മന്ത്രി പറഞ്ഞ നല്ല വാക്കുകൾ അൻസിലൂടെ കേട്ട് കാണുമല്ലോ. അൻസിൽ, തീർച്ചയായിട്ടും ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് തന്നെയാണ് സ്ഥാനാർത്ഥിയാകുമ്പോൾ കരുത്താകുന്നത്. അതെ, കാരണം കോവിഡിൻ്റെ കാലത്താണെങ്കിൽ തന്നെയും മറ്റും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നെ നേരിട്ടറിയാവുന്നതാണ്. മുഴുവൻ ആളിലേക്കും ഇറങ്ങിച്ചെല്ലുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിൽ തന്നെയും ആളുകളുടെയൊക്കെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും കോവിഡ് കാലത്ത് ജനങ്ങളുടെ ഒപ്പം നിന്ന പോലെ തന്നെ തുടർന്നും ജനങ്ങളുടെ ഒപ്പം നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജിറ്റി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.